ആ. ഉം. ഞാൻ ശിവാനി കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഉം. ഞാന് എന്റെ ഒരു 6ാം ക്ലാസ് മുതല് പൊയ്ക്കാവിലാണ് പഠിച്ചിട്ടുള്ളത്. അപ്പം പൊയ്ക്കാവില് ഒരു പരിസ്ഥിതി സംഘടന ഗുഡ് വൈഡ് വർക്ക് പൊയ്ക്കാവ്, അതിൽ ഒരു മെമ്പറാണ്. അപ്പം 6ാം ക്ലാസ് തൊട്ട് ഞാൻ അതിലൊരു മെമ്പറാണ്. അപ്പോൾ ആ ഒരു സമയത്ത് പൊയിൽക്കാവ് കാവിനോട് ചേർന്നുള്ള പൊയിൽക്കാവ് കാവിനെ കുറിച്ച് ഒരു പഠനം നടത്താന്നുള്ള ഒരു രീതിയിൽ എന്റെ സ്കൂളിലുള്ള എന്റെ സയൻസ് അധ്യാപകനായിരുന്ന എന്റെ ജയന്ത്ര മാഷ് തുടങ്ങിയൊരു ഗ്രൂപ്പാണത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കാവിനെ കുറിച്ച് പഠിച്ചു. കാവിലുള്ള സസ്യങ്ങളെ കുറിച്ച് 197 സ്പീഷീസ് സസ്യങ്ങൾ ഉണ്ടെന്നും അതിന്റെ പ്രത്യേകതയും അങ്ങനെ കാര്യങ്ങൾ പഠിച്ചു. ഒപ്പം തന്നെ അതിനുശേഷം കാവിനോട് ചേർന്നുള്ള ഇടവഴികളുടെ പ്രത്യേകത എന്താണെന്ന് പഠിച്ചു. പിന്നീട് ഇപ്പം ആ കാവിന്റെ തന്നെ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇപ്പം നമ്മളെ പഠിപ്പിക്കുന്നത് സമൂഹമാണ്. അപ്പൊ ആ സമൂഹത്തിന് നമ്മൾ എന്തെങ്കിലും തിരിച്ചു നൽകേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ ഒരു 8 വർഷത്തോളം മനസ്സിലാക്കിയ കാര്യങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ എന്റെ പഞ്ചായത്തിൽ ഒരു BMC, അതായത് ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി, അങ്ങനെ ഒരു കമ്മിറ്റി എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ട്. അപ്പൊ അതിലൊരു മെമ്പറാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ പഞ്ചായത്തിലെ PEC, പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റി വഴി എല്ലാ സ്കൂളുകളിലും ഒരു ജൈവവൈവിധ്യ ഗ്രൂപ്പ് തുടങ്ങാന്നുള്ള ഒരു ഇതിലെത്തിയും അവരിലേക്കും ഇത്തരം കാര്യങ്ങളിൽ എത്തിക്കാനുള്ള ഒരു പരിപാടി തുടങ്ങുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഉണ്ടായ ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത്, ഞങ്ങളുടെ പഞ്ചായത്തിൽ ഇപ്പം എല്ലാ പഞ്ചായത്തിലും PBR ജൈവവൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതില് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ പഞ്ചായത്തിനെ സഹായിക്കുന്നത് ഈ കുട്ടികളാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളുടെ ഒരു ഗ്രൂപ്പിലേക്കാണ് ഇപ്പൊ വന്നേന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പം ഇതിനകത്ത് ഇപ്പൊ നമ്മള് സംസാരിക്കല്ല, ഞാൻ അങ്ങോട്ട് സംസാരിക്കല്ല, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചർച്ചയാണല്ലോ നമ്മള് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ജൈവവൈവിധ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രോജക്റ്റ് തയ്യാറാക്കുന്നുണ്ട് എന്നൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോ എനിക്കിപ്പം എല്ലാത്തിനും ഉത്തരവൊന്നും പറയാൻ എനിക്ക് പറ്റൂല. കാരണം ഇപ്പൊ ഞാനായാലും ഒരു 8 വർഷമായിട്ട് ഇതിനെക്കുറിച്ച് അതിനകത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഓരോരോ കാര്യങ്ങൾ ഓരോ യാത്രയിലൂടെ ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ചോദ്യങ്ങൾ അല്ലേ ചോദിക്കാനായിട്ട് മാഷേ? നമുക്ക് ചോദ്യം ചോദിക്കാമല്ലോ മാഷേ? ഓരോരുത്തരായിട്ട് ഓരോരുത്തരും മൈക്ക് ഓണാക്കുക, അവരവരുടെ സംശയം ചോദിക്കുക. പേരും ക്ലാസ്സും ഒന്ന് പറയണേ. പേര് ഇസാറുമീൻ. ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എന്താ പേര്? ഇസാറുമീൻ. ഇദാൽമി. ഇസാറുമീൻ. ഇസാൽമി. എത്രാം ക്ലാസ്സിലാ? എത്രയിലാണ്? 7ാം ക്ലാസ്. 7ൽ. അപ്പോ നമ്മുടെ പ്രദേശത്ത് ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? അപ്പോ നമ്മുടെ പ്രദേശത്ത് കാണപ്പെടുന്ന സാധാരണ കേൾക്കുന്നില്ല. ഓക്കെ റെഡിയാ. നമ്മുടെ പ്രദേശത്ത് സാധാരണമായി കാണപ്പെടുന്ന അധിനിവേശ സസ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ്? അപ്പോ നമ്മുടെ അധിനിവേശ സസ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ നാട്ടിലുള്ള സസ്യങ്ങൾക്ക് ദോഷകരമായി ബാധിക്കുന്ന സസ്യങ്ങളെയാണല്ലോ നമ്മൾ അധിനിവേശ സസ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ കാവിനെ കുറിച്ച് ഒരു പഠനം നടത്തിയിരുന്നു എന്നൊക്കെ, പൊയിൽക്കാവ് കാവിനെ കുറിച്ച്. അപ്പോൾ അവിടെ ഞങ്ങൾ കൂടുതലായിട്ടും കണ്ടിട്ടുള്ള അധിനിവേശ സസ്യങ്ങള് മൈക്കാനിയ മിക്രാന്ത, അതായത് ധൃതരാഷ്ട്ര പച്ച എന്ന് പറയും. അതിന്റെ സയന്റിഫിക് നെയിമാണ് മൈക്കാനിയ മിക്രാന്ത. ധൃതരാഷ്ട്ര പച്ച എന്ന് പറഞ്ഞാല് അതൊരു വള്ളിയാണ്. ഇപ്പം വാഴേന്റെ മുകളിലൊക്കെ നമുക്ക് കാണാം അതിനെ കൂടുതലായിട്ടും. അതിന്റെ മുകളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഴേനെ അപ്പടി മറിച്ചിടും. അപ്പം ധൃതരാഷ്ട്രം എന്ന് പറയുന്നത് ഒരു മഹാഭാരതത്തിലെ കഥാപാത്രമാണ്. അപ്പം ധൃതരാഷ്ട്ര ആലിംഗനം എന്ന് പറയുന്നത് ഭയങ്കര എന്താ വെച്ചാൽ ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ ഇല്ല, നശിച്ചു എന്ന് നമ്മൾ പറയാം. അതേപോലെ ഈ വള്ളി ഒരു ചെടീന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ആ ചെടീനെ തന്നെ നശിപ്പിക്കും. പിന്നെ ഒന്നെന്ന് പറയുന്നത് കാട്ടപ്പ, കമ്മ്യൂണിസ്റ്റ് വച്ച എന്നൊക്കെ പറയും. യൂപ്പറ്റോറിയം ഓഡറേറ്റർ എന്നാണ് അതിന്റെ ശാസ്ത്രീയ നാമം വരുന്നത്. പിന്നെ അക്കേഷ്യ ജീനസിൽ പെട്ടിട്ടുള്ള സസ്യങ്ങള്. പിന്നെ ചിറ്റാമൃത്, ടീനോസ്പോറ കോഡിഫോളിയ പറയുന്ന ചിറ്റാമൃത്.
അതേപോലെ തന്നെ അക്കേഷ്യന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നല്ല മുള്ളുണ്ട്. അപ്പോൾ അതിന്റെ താഴെയുള്ള ചെടികളിൽ ഒന്നിനെയും വളരാൻ സമ്മതിക്കില്ല. അത് ഒരു തരത്തിലുള്ള ആൽക്കലോയിഡ് എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു കെമിക്കൽ മണ്ണിന്റെ അടിയിലേക്ക് ഇറക്കുകയും മറ്റ് ചെടികളുടെ വളർച്ചേനെ മുരടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ മിക്ക അധിനിവേശ സസ്യങ്ങളും വള്ളികളാണ്. ഒരു ഭൂരിഭാഗവും വള്ളികളാണ്. അത് ഒപ്പം തന്നെ സൺ ലവിങ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഏറ്റവും ഉപരിതലത്തിൽ അത് പോയി നിൽക്കുകയും സൺ ഒക്കെ മൊത്തത്തിൽ അത് സൺലൈറ്റ് സൂര്യപ്രകാശം അത് വലിച്ചെടുക്കുകയും ചെയ്യും. അപ്പൊ താഴെയുള്ള സസ്യങ്ങൾക്ക് സൂര്യപ്രകാശം കിട്ടാതാവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ ചോദിച്ചോളൂ, അടുത്ത ആള് ചോദിച്ചോളൂ. അടുത്ത ആള് റെഡിയായി അതേപോലെ നിൽക്കണം. മഞ്ചാടി ഒരു അധിനിവേശ ൊക്കെ കാണുന്ന ഒരു അധിനിവേശ സസ്യമാണ് മഞ്ചാടി. അത് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഫാസ്റ്റ് ഗ്രോയിങ് ആണ്, പെട്ടെന്ന് വളരുന്ന സസ്യമാണ്. അപ്പം മറ്റ് സസ്യങ്ങളുടെ വളർച്ചയെ മുരടിപ്പിച്ചുകൊണ്ട് അത് പെട്ടെന്ന് വളരും. ഇപ്പൊ പറഞ്ഞത് മഞ്ചാടി. മഞ്ചാടിക്കുരു. അത് വിദേശിയാ? വിദേശി. മറ്റ് സസ്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. നമ്മളത് നമ്മുടെ നാട്ടിലുള്ള സസ്യമാണ്. കുന്നിക്കുരു മഞ്ചാടിക്കുരു ഒക്കെ നമ്മുടെ നാട്ടിലത്തതാന്നാ വിചാരിച്ചത്. നല്ലൊരു അറിവാണ്. വളരുന്നത് മറ്റ് സസ്യങ്ങൾക്ക് പ്രശ്നമാണ്. എന്താ മേഡം? ഞങ്ങൾക്കും അറിയില്ലായിരുന്നു മഞ്ചാടി അധിനിവേശ സസ്യമാണെന്ന്. ഈ അധിനിവേശ സസ്യങ്ങളെ കുറിച്ചിട്ട് ടി സജീവ് സാറിന്റെ ഒരു പുസ്തകമുണ്ട്. KFRIയിലെ സയന്റിസ്റ്റ് ആണ് ടി സജീവ് സാറ്. സാറിന്റെ ഇന്റർവ്യൂസ് ഒക്കെ നല്ല രസമാണ്. ഒക്കെ മക്കള് കാണുന്നത് നല്ലതായിരിക്കും. അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ടി സജീവ് സാറിന്റെ പുസ്തകത്തിന്റെ പേരെന്ന് പറയുമോ? ഇൻവേസീവ് പ്ലാന്റ്സ് ഇൻ അത് ഇൻവേസീവ് പ്ലാന്റ്സിന്റെ സജീവ് സാറിന്റെ ബുക്ക് രണ്ടെണ്ണാണുള്ളത്. ഒന്ന് ഇംഗ്ലീഷിലും ഒന്ന് മലയാളത്തിലും. ഒന്ന് KSBB ഇറക്കിയിട്ടുണ്ട്. സജീവ് സാറിന് നമുക്കൊരു ദിവസം കിട്ടുമോ നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാൻ? നമുക്ക് കോണ്ടാക്ട് ചെയ്തൊക്കെ. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയ കുറച്ചുകൂടി നല്ല ഒരു സാറെന്ന് പറഞ്ഞാല് ആരുമായിട്ടും സാറിന്റെ ഒരു അപ്രോച്ച് ഭയങ്കര രസമാണ്. നല്ല രീതിയിൽ സാറ് അനുഭവങ്ങൾ വെച്ചിട്ട് കാര്യങ്ങൾ പറയും. സാറ് കുറെ വർഷത്തെ അനുഭവം ഉണ്ട് സാറിന്. അപ്പം ഒരു KFRIയിലെ സയന്റിസ്റ്റ് ആണ്. ചോദ്യങ്ങൾ ചോദിച്ചോളൂ. ഒരു കുട്ടികളെ ആൻസർ ആയാൽ പെട്ടെന്ന് ചോദ്യങ്ങൾ വെക്കുക. കാരണം യൂട്യൂബിൽ ലൈവ് ആയതുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെക്കൂല. പടപടയെന്ന് ചോദ്യങ്ങൾ വരണം. അടുത്തയാളെ. എന്റെ പേര് ജൻഹ. ഞാൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഹലോ, പേരെന്താ പറഞ്ഞേ? ജൻഹ. ഈ അധിനിവേശ സസ്യങ്ങളുടെ വളർച്ചയിലും അതിന്റെ ഉൽപാദനത്തിലും ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്? അധിനിവേശ സസ്യങ്ങള് നമ്മുടെ നാട്ടിലുള്ള സസ്യങ്ങളുടെ വളർച്ചയിൽ ഉണ്ടാക്കുന്ന ദോഷമല്ലേ? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് മണ്ണിന്റെ അടിയിലേക്ക് ചില അധിനിവേശ സസ്യങ്ങള് ആൽക്കലോയിഡ് പോലുള്ള കെമിക്കല് ഇറക്കുന്നുണ്ട് മണ്ണിലേക്ക്. ഇതിന്റെ വളർച്ച പെട്ടെന്നാക്കാനും അതേപോലെ മറ്റു സസ്യങ്ങളുടെ വളർച്ച കുറയ്ക്കാനും വേണ്ടിയിട്ട്. അപ്പം അത് മറ്റു സസ്യങ്ങളുടെ വളർച്ചേനെ ദോഷകരമായി ബാധിക്കും. അതേപോലെ തന്നെ മിക്ക അധിനിവേശ സസ്യങ്ങൾക്കും നല്ല രീതിക്ക് പൂക്കൾ ഉണ്ടാവും, കുറെ പൂക്കൾ ഉണ്ടാവും. അപ്പോ അത് പെട്ടെന്ന് തൈകൾ ഉണ്ടാവും, ഒരുപാട് തൈകൾ ഉണ്ടാവും. അങ്ങനെ അതിന്റെ മാത്രമല്ല അതിന്റെ ഡിസ്പേഴ്സൽ നല്ല രീതിക്ക് നടക്കും. ഈ അപ്പൂപ്പൻ താടി പോലത്തെ കാട്ടപ്പൊക്കെ കമ്മ്യൂണിസ്റ്റ് വെച്ചൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, ധൃതരാഷ്ട്ര പച്ചയൊക്കെ. ചെറിയ അപ്പൂപ്പൻ താടി പോലത്തെ പൂവാണ് അതിനുള്ളത് ഉണങ്ങിക്കഴിഞ്ഞാല്. അപ്പം പെട്ടെന്ന് ഡിസ്പേഴ്സൽ നടക്കാനും പെട്ടെന്ന് മുളയ്ക്കാനും ഒക്കെ അതിന് പറ്റും. ഈ കമ്മ്യൂണിസ്റ്റ് അപ്പയുടെ പേര് തന്നെയാണോ ധൃതരാഷ്ട്ര പച്ച എന്ന് പറയുന്നത്? രണ്ടുപേരും സാധന അല്ല. കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറഞ്ഞാല് യൂപ്പറ്റോറിയം ഓഡറേറ്റം. കാട്ടപ്പ എന്ന് പറയും. ഞങ്ങളിവിടെ കാട്ടപ്പ എന്നാ പറയാ. കാട്ടപ്പ കമ്മ്യൂണിസ്റ്റ് പച്ച ഒന്നാണ്. ധൃതരാഷ്ട്ര പച്ച വേറെ. നമുക്ക് മനസ്സിലായില്ല, ഞങ്ങളാരും കണ്ടിട്ടില്ല. ഞാൻ കണ്ടില്ല. മൈക്കാനിയ നിക്രാന്ത അത് നമ്മളെ എല്ലാ വാഴയുടെ മുകളിലൊക്കെ ഉള്ള ഒരു ഇതാണ്. അല്ല, എനിക്കിപ്പോ തോന്നിയ രാശിയാട്ടാ ചോദിക്കുകയാണ്. ഇപ്പൊ പറഞ്ഞ ധൃതരാഷ്ട്ര പച്ചയൊന്നും എനിക്ക് കണ്ടില്ല. അപ്പൊ അതൊന്ന് കാണിക്കുന്ന ഒരു ടാസ്ക് നമ്മൾ കുട്ടിയെ കൊടുത്താലേ നമുക്ക് അതിന്റെ വീഡിയോ ഒക്കെ തയ്യാറാക്കി ഒരു പ്രോഗ്രാം ചെയ്താൽ എന്താണിപ്പം അതൊരു ചിറ്റാമൃത് എന്താണെന്ന് ഞാൻ കേട്ടിട്ടില്ലാണ്ട് കണ്ടിട്ടില്ല. അതിനായിട്ട് നമ്മളൊന്ന് ആലോചിക്കാം അല്ലെ? ഓക്കെ, അടുത്തയാള്. ചോദിച്ചോട്ടെ.
ഷഫിക, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ആ അധിനിവേശ സസ്യങ്ങളെ തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ എന്ന് പറഞ്ഞത് ഇപ്പം മറ്റ് സസ്യങ്ങളെക്കാൾ ഇപ്പം മറ്റ് സസ്യങ്ങളുടെ മുകളിൽ കയറി വളരുകയാണ് ഇത് ചെയ്യുക. അതിന് തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ ഇപ്പം നമ്മുടെ നാട്ടിലുള്ള സസ്യങ്ങൾ എന്ന് പറഞ്ഞാല് ഒന്ന് വ്യത്യസ്തമായിരിക്കുമല്ലോ ഇത്. മറ്റ് സസ്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കും അങ്ങനെ തിരിച്ചറിയാന്നുള്ളതിനെ കുറിച്ച്. അതായത് നമ്മുടെ നാട്ടിലുള്ള സസ്യങ്ങള് നമ്മളെ കയ്യിൽ ഉണ്ടാവില്ല അതിന്റെ ഡാറ്റ. പുതുതായിട്ട് വന്ന മറ്റേതെങ്കിലും രാജ്യത്തു നിന്ന് വന്നതാണത്. നമ്മളെ ഇവിടെ ജനിച്ചു വളർന്ന അങ്ങനെ മരങ്ങളല്ല. ഞാൻ വിചാരിച്ചു 2 സസ്യങ്ങൾ കണ്ടാൽ എങ്ങനെ നമ്മുടെ നാട്ടിലുള്ള സസ്യങ്ങളാണ് നമ്മൾ തനത് സസ്യങ്ങൾ എന്ന് പറയുന്നത്. പുറത്തു നിന്ന് ഇവിടെ വന്നിട്ട് നമ്മുടെ നാട്ടിലുള്ള സസ്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ചെടികളെയാണ് നമ്മൾ അധിനിവേശ സസ്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം അതേപോലെ അരിപ്പൂവില്ലേ, ലൻഡാന, അതും ഒരു അധിനിവേശ സസ്യമാണ്. കൊങ്ങിണി എന്ന് പറയുന്നത്. കൊങ്ങിണി എന്ന് പറയുന്ന പൂവല്ലേ? ആ ആ ആ മോൾക്ക് ഉത്തരം ലൻഡാന കിട്ടിയോ? എന്നാണ് അതായത് അതിന്റെ മോള് സയന്റിഫിക് ചോദിച്ചത് പേര്. ലൻഡാന. നമ്മുടെ കേരളത്തില് പണ്ടേ ഉണ്ടായിരുന്ന സസ്യങ്ങളിലേക്ക് തനത് സസ്യം എന്ന് പറയും അല്ലെ? ആ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളതിനാണ് ഉള്ള തനത് സസ്യങ്ങൾ. സസ്യം അറിയാം. വിദേശ രാജ്യത്ത് നിന്ന് വന്ന ഇപ്പം ലൂക്കാസ് ആസ്പെര, തുമ്പ, അതേപോലെ മുക്കുറ്റി, ബയോഫൈറ്റം സെൻസിറ്റീവം പോലുള്ള സസ്യങ്ങള്, വറ്റിക്ക ചെനാൻസിസ്, പൈന്, അങ്ങനത്തെ നമ്മുടെ നാട്ടിലുള്ള സസ്യങ്ങൾ തനത് സസ്യങ്ങൾ, നാറ്റീവ് പ്ലാന്റ്സ്. അപ്പൊ മറ്റു ഞാനൊരു സസ്യങ്ങളാണ് ചോദ്യം നമ്മുടെ ചോദിക്കട്ടെ, ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ അധിനിവേശ സസ്യങ്ങൾ ദോഷങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ നമുക്ക് ഗുണങ്ങൾ ഉണ്ടാക്കുന്ന അധിനിവേശ സസ്യങ്ങളും ഉണ്ടോ? ഉണ്ടാവാം. ഇപ്പൊ മറ്റു നാട്ടിൽ നിന്ന് വന്നിട്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ സസ്യങ്ങളെ സഹായിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ നല്ല രീതിക്ക് പോകുന്ന ഔഷധങ്ങളൊക്കെ സസ്യങ്ങളും ഉണ്ട്. ഉണ്ടാവില്ലല്ലേ? അതെ. ഓ ഉണ്ട്. അതേപോലെ ഇത് ഒരു വേറൊരു കാറ്റഗറിയാണ് ഇതിന് പ്രശ്നം ഉണ്ടാക്കുന്നത്. കാരണം ഇത് നല്ല വളക്കൂറൊക്കെ ഉള്ള മണ്ണ് അത് വലിച്ചെടുക്കുക എന്നുള്ളൊരു രീതി. അത് നല്ലോണം വളരാൻ വേണ്ടിയിട്ട് നമ്മുടെ സസ്യങ്ങൾ അത് നശിപ്പിക്കുന്നു. ഇത് ഒരുപാട് ഗവേഷണങ്ങൾ നടത്താൻ പറ്റിയൊരു മേഖലയാണ്. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള കുറച്ച് കുട്ടികൾ ഈ അധിനിവേശ സസ്യങ്ങളെ കുറിച്ചായിരുന്നു പ്രോജക്ട് ചെയ്തത്. ഓക്കെ. നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് പച്ചയൊക്കെ ഗുണവും ചെയ്യുന്നുണ്ട്, ദോഷവും ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പച്ച ചില മരുന്നായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അധിനിവേശ സസ്യങ്ങൾ കൂടുതലും ദോഷമാണ് എന്നുള്ളതിലാണ്. അതേപോലെ തന്നെ വളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ ധൃതരാഷ്ട്ര പച്ചയൊക്കെ വളമായിട്ട്. അതേപോലെ ചിറ്റാമൃതം എന്ന് പറഞ്ഞത് മരുന്നാണ്. ഞാനൊരു ചോദിക്കട്ടെ, ഈ ധൃതരാഷ്ട്ര പച്ച എന്താന്ന് കുട്ടികളൊക്കെ അറിയാം? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ട്. അത് ശരി, എന്നാ കുഴപ്പമില്ല. അല്ല, അവര് ഒരുമാതിരി എനിക്ക് തോന്നുന്നു കുറെ അധിനിവേശ സസ്യങ്ങളെ പരിചയപ്പെട്ടിപ്പോ. അപ്പൊ നിങ്ങൾ ഡയറിയിൽ നോട്ട് ചെയ്യുന്നില്ലേ സയന്റിഫിക് നെയിം കാര്യങ്ങളൊക്കെ? സയന്റിഫിക് ഇപ്പൊ നെയിം ഞങ്ങൾക്ക് പഠിക്കാറുണ്ടോ? പറഞ്ഞതിലൊരു പുതിയ അറിവെന്ന് പറഞ്ഞാൽ മഞ്ചാടിയായിരുന്നു. മഞ്ചാടി അധിനിവേശ സസ്യമാണെന്ന് ഞങ്ങൾക്ക് ഓർമ്മയേ ഇല്ലായിരുന്നു. അഡിനാന്തര പാവോനീന എന്നാണ് സയന്റിഫിക് നെയിം. ഒരുപാട് വിത്തുകളും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മളൊരു കാവിലെ ഒക്കെ ഒരു ഏരിയ എടുത്താല് അവിടെ അധികവും മുളച്ച് കാണുക മഞ്ചാടി. അടുത്തയാള്. ഞാൻ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അതിന് മൂലം സ്വദേശ സസ്യം എന്തൊക്കെയാണ്? അതിന് വളരാനുള്ളൊരു ഇപ്പം സൺലൈറ്റിന്റെ നമ്മൾ പറഞ്ഞില്ലേ, അതൊക്കെ സൺ ലവിങ് പ്ലാന്റ്സ് ആണ്. ഇപ്പം സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടിയിട്ട് അത് മുകളിലേക്ക് പോകും. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള സസ്യങ്ങൾക്ക് സൺലൈറ്റ് കിട്ടൂല, അതിന്റെ ഗ്രോത്ത് സ്ലോ ആയി പോകും, മുരടിച്ചു പോകും. അതേപോലെ ഇപ്പം ഈ ആൽക്കലോയിഡ്സ് ഒക്കെ പുറത്തേക്ക് വിടുന്നത് പറഞ്ഞില്ലേ, അപ്പം ഞങ്ങളുടെ കാവില് അക്കേഷ്യ ഹിൻസ്റ്റിയ, ഇഞ്ച കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അത് വന്നൊരു ഭാഗം നോക്കിയാൽ അതിന്റെ താഴെ ഇതിന്റെ ഇല വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും അവിടെ മുളയ്ക്കുന്നില്ല, അടിക്കാട് തീരെയില്ല ആ ഒരു സൈഡില്. അപ്പോൾ അത്രയും അതിന് ദോഷകരമായിട്ട് അത് ബാധിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ അധിനിവേശ സസ്യങ്ങൾ, ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ഓരോ പ്ലാന്റിനെയും ആശ്രയിച്ച് ജീവിക്കുന്ന പല ജീവികളും ഉണ്ടാവും. അപ്പം അത് ഇപ്പം ഈ ഒരു പ്ലാന്റ് കുറഞ്ഞാൽ അത് കുറയുന്നുള്ളത് നമുക്കറിയാലോ. അപ്പൊ ഈ അധിനിവേശ സസ്യങ്ങൾ കാരണം അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ള മറ്റ് ജീവികൾക്ക് കൂടെ നാശം വരുന്നുണ്ട്. കാവിനെ നശിപ്പിക്കും, മൊത്തം ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ ഒരു തകരാറ് അത് ഉണ്ടാക്കുന്നുണ്ട്. സൂക്ഷ്മ കാലാവസ്ഥയ്ക്കായാലും
താങ്ക്സ്. ഓക്കെ, അടുത്തയാള്. എന്റെ പേര് ആയിഷ നൂറ. ഞാൻ 3ാം ക്ലാസ്സിലാണ്. എന്താ? ആയിഷ നൂറ. ക്യാമറ ഓഫ് ആണല്ലോ മോളെ. ഐഷാനൂർ എന്താ? 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 3ാം ക്ലാസ്സിലാണോ? ആ ഒരു കുഞ്ഞു പ്രകൃതി സ്നേഹിയ അല്ലേ? ആ മോളെ ആണല്ലേ? കാണട്ടെ, വീട് ഞങ്ങളെ എവിടെയാ? ക്യാമറ കാണിക്കോ മോളെ, ഞങ്ങൾ കാണട്ടെ. വീട് എവിടെയാ? എലൈറ്റിലോട്ടോളി. ആ എന്താ എന്താ പ്രകൃതിയിൽ ഈ അടുത്ത് നിരീക്ഷിച്ചാൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താ? ചെടി. എന്താ? എന്നാ പറയ്, എന്താ പറയാൻ വന്നേ? മോള് ചോദിച്ചോളൂ. പൂക്കാത്ത സസ്യങ്ങളും കായ്ക്കുന്നുണ്ടല്ലോ, ഈന്ത് അതിനുദാഹരണമാണ്. എന്തുകൊണ്ട്? നല്ലൊരു ചോദ്യം അല്ലേ? പൂക്കാത്ത സസ്യങ്ങളും ഉണ്ട്, പൂക്കുന്ന സസ്യങ്ങളും ഉണ്ട്. പൂക്കുന്ന സസ്യങ്ങൾ ഏതൊക്കെയാ? ആ തെങ്ങ് പൂക്കുവോ? തെങ്ങിന്റെ പൂ കണ്ടിക്കോ? ഇല്ല. തെങ്ങിന്റെ പൂ കണ്ടില്ല? ഉണ്ട്. ഉണ്ട്, തെങ്ങിന്റെ ചോട്ടിൽ കണ്ടിട്ടുണ്ട് അല്ലേ? ഉണ്ട്. മാവിന്റെ പൂ കണ്ടിക്കോ? കണ്ടുണ്ട് അല്ലേ? പക്ഷെ ഈന്തിന് പൂവില്ല എന്നല്ലേ പറഞ്ഞേ? അതില്ലേ, വലിയ ക്ലാസ്സിൽ എത്തുമ്പോൾ നമ്മൾ പഠിക്കും. 2 തരത്തിലുള്ള സസ്യങ്ങളുണ്ട്, പൂക്കുന്ന സസ്യങ്ങളും പൂക്കാത്ത സസ്യങ്ങളും. അതെന്ന് പറഞ്ഞാല് നമ്മുടെ അത് ഇപ്പം പരിണാമഘട്ടത്തില്, അതായത് ഇപ്പം മനുഷ്യൻ ഉണ്ടായി വന്നതൊക്കെ കുരങ്ങിൽ നിന്നാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അറിയില്ലേ? കേട്ടിക്കോ? അപ്പൊ അങ്ങനെ മാറ്റം സംഭവിച്ചുകൊണ്ടല്ലേ നമ്മൾ ഉണ്ടായത്? അങ്ങനെ ആദ്യ സസ്യങ്ങളിലും വേറൊരു ഗ്രൂപ്പ്. ഇപ്പൊ ഉള്ള ചെടിയൊന്നും പണ്ടില്ല. ഈ മതിൽമേലൊക്കെ പന്നലുകൾ കണ്ടിട്ടുണ്ടോ? അച്ചടി പന്നല് നമ്മൾ കൈമേൽ ഒട്ടിക്കുകയൊക്കെ ചെയ്യും, ഒരു വെള്ളപ്പൊടി വരുന്നേ. അതൊക്കെയായിരുന്നു പണ്ട് നമ്മുടെ നാട്ടിലുള്ളത്. ഈ ദിനോസറിന്റെ ഒക്കെ കാർട്ടൂണൊക്കെ കാണുമ്പോ കാണലില്ലേ? അപ്പൊ അതേപോലത്തെ ചെടികളായിരുന്നു പണ്ട് കാലത്ത്, കുറേ വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ നാട്ടിലുള്ളത്. അതിൽ നിന്ന് മാറ്റം സംഭവിച്ചു വന്നതാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ചെടികൾ, പൂവുള്ള ചെടികൾ. ആ പന്നലിനൊന്നും പൂവില്ലാലോ? പൂവ് കണ്ടിക്കോ പന്നലിന്? ഇല്ല, അന്ന് പൂക്കളില്ല. പക്ഷെ അത് വിത്ത് ഉണ്ടാക്കുന്നുണ്ട്. ആ വെള്ള പൊടിയില്ലേ, അത് അതിന്റെ വിത്താ. ആ പന്നല് പോലുള്ള ചെടികളെ നമ്മൾ ടെറിഡോഫൈറ്റ്സ് എന്നാ പറയാ. അതിൽ നിന്നും മാറ്റം വന്നിട്ടുള്ളതിനെ നമ്മള് ജിംനോസ്പെർമ്സ് എന്ന് പറയും. ഈ ജിംനോസ്പെർമ്സിൽ പെട്ടിട്ടുള്ളതാണ് എന്ത്? ഈ ഈന്തൊക്കെ. അതിൽ നിന്ന് പിന്നെ മാറ്റം വന്നപ്പോഴാണ് ഈ പൂക്കുന്ന സസ്യങ്ങള്, അതായത് ആൻജി എന്ന് പറയുന്നത്. വലിയ ചോദ്യങ്ങളൊക്കെയാണ് നമ്മുടെ സെൻഹ ചോദിച്ചത്. ഒരു ചോദ്യം. വള്ളിച്ചെടികളുടെ പ്രത്യേകതകൾ എന്തെല്ലാം? വള്ളിച്ചെടികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള വള്ളിച്ചെടികളുണ്ട്. ചിലത് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും കുറ്റിച്ചെടിയാണെന്ന്. ഒരു മഞ്ഞപ്പൂവുള്ള ഒരു ചെടിയുണ്ട്, അത് നമ്മൾ കണ്ടാൽ വിചാരിക്കും അത് കുറ്റിച്ചെടിയാണ്. പക്ഷെ അത് നല്ല മുകളിൽ വരെ എത്തും. അപ്പം നല്ല മുകളിലേക്ക് കയറി പോകുന്നതുണ്ട്, പിടിച്ചു കയറി പോകുന്നതുണ്ട്, അതേപോലെ പറ്റി പിടിച്ചു പോകുന്നതുണ്ട്, അതേപോലെ താഴേക്കൂടെ വേരുകൾ പടർത്തി പോകുന്നതുണ്ട്. ചെടിന്റെ പേരെന്താ? കൊട്ടപ്പനിച്ചം, ഹിബിസ്കസ് ഇസ്പിഡിസ്മസ്. മലയാളം ഞങ്ങൾ നാടൻ പേര് കൊട്ടപ്പനിച്ചം എന്ന് പറയും. പനിച്ചം ഓരോ സ്ഥലത്ത് ഓരോന്നാണല്ലോ പറയാ. ഞങ്ങള് നാട്ടില് കൊട്ടപ്പനിച്ചം എന്നാ പറയാ. അല്ലല്ല, ഇത് മഞ്ഞ കളറാണ്, ഉള്ളില് ഒരു നല്ല ബ്രൗൺ, പെന്നിന്റെ ടോപ്പ് കൊണ്ട് അത് കുത്തിയിട്ട് പൊട്ടൊക്കെ തൊടുന്ന ഒരു പരിപാടി ഉണ്ട്. അതിന്റെ ഇലയ്ക്കും തണ്ടിനൊക്കെ നല്ല മുള്ളാണ്, അതേപോലെ പുളിപ്പുണ്ട്. നമ്മള് അത്തരത്തിൽ നിരീക്ഷിക്കണം കേട്ടോ. നിരീക്ഷിക്കുന്ന സമയത്ത് എന്താണ് എല്ലാം ഒന്നും കയ്യിൽ വെച്ച് നോക്കണ്ട, എന്നാലും മണത്ത് നോക്കുകയും
നമ്മള് നിരീക്ഷിക്കാൻ നമുക്ക് കണ്ണുകൊണ്ട് മാത്രമല്ല നിരീക്ഷിക്കാൻ പറ്റുക. നിങ്ങൾ നിരീക്ഷിക്കലില്ലേ? പ്രകൃതി നിരീക്ഷിക്കലുണ്ടോ? ഓ. ചുറ്റുവട്ടം നോക്കാറുണ്ടോ? എങ്ങനെയൊക്കെയാ നോക്കുക? കണ്ണുകൊണ്ട് മാത്രം നോക്കുക? തൊട്ടൊക്കെ തൊട്ട് നോക്കാൻ പറ്റില്ലേ? നമുക്ക് 5 തരത്തിൽ നമ്മുടെ പ്രകൃതിനെ നിരീക്ഷിക്കാൻ പറ്റില്ലേ? കേൾക്കാൻ പറ്റില്ലേ? കുയിലിന്റെ ഒക്കെ പാട്ട് കേൾക്കാൻ പറ്റൂലേ? ഓ. കേൾക്കാല്ലേ? കേൾക്കാം. കുട്രു കുട്രു കരയുന്ന ഒരാളെ അറിയോ? അറിയോ? ഒരു കുട്രുവിനെ അറിയോ? ഇല്ല. ഇല്ല. കുട്രുവിനെ കേട്ടിട്ടില്ല? അപ്പൊ നിങ്ങൾ ചെവിയോണ്ട് ലേശം കൂടെ നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? അതേപോലെ സ്മെല് ചെയ്യാലോ. സ്മെല് ചെയ്ത് കറുവപ്പട്ട മണത്തിട്ടില്ലേ? ഓ അല്ലേ? സിനമോമോ എന്ന് പറയുന്ന കറുവപ്പട്ട മൂക്കോണ്ട് നിരീക്ഷിക്കാൻ പറ്റും അപ്പൊ അല്ലേ? അതുപോലെ വായിൽ വെച്ച് കറുവപ്പട്ടയ്ക്ക് എന്താ ടേസ്റ്റ് എന്നറിയില്ലേ? ടേസ്റ്റ് അറിയില്ലേ? അപ്പം നാവുകൊണ്ട് നമുക്ക് നിരീക്ഷിക്കാൻ പറ്റും. അപ്പൊ നിരീക്ഷിച്ചാല് നമുക്ക് ഇതിന്റെ പ്രത്യേകതകളൊക്കെ കൂടുതലായിട്ട് ഉമ്മക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങളില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ സ്കൂളിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഞാൻ 6ാം ക്ലാസ് തൊട്ടെന്നുള്ള. അപ്പൊ ഇപ്പോഴും കുറെ മക്കളുണ്ട്, LP UPയിലൊക്കെ ഉള്ള മക്കളുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഒരു പ്രധാന പരിപാടി എന്ന് പറഞ്ഞാല് കാവിലേക്ക് ഇറങ്ങുക. അതേപോലെ ഞങ്ങളുടെ സ്കൂളിന്റെ ഇപ്പം ചെങ്ങോട്ടാവ് എന്ന് പറയുന്ന ഒരു സ്കൂളുണ്ട്. അപ്പൊ ഓരോ പ്രധാന പരിപാടി ഓരോ മതില് നിരീക്ഷിക്കുക എന്നുള്ളതാണ്. ഓരോ മതിലിൽ ഒരു കല്ലുതാളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയുണ്ട്. അതേപോലെ കുറെ ചെടികളുണ്ട്. അപ്പം ഓരോ ടീച്ചർമാര് കഴിഞ്ഞ ദിവസം പോയിട്ട് അത് വെട്ടി. അപ്പൊ ഓർക്ക് ഭയങ്കര സങ്കടം, ഞങ്ങളെ നാട്ടിൽ ഞങ്ങളെ ജൈവവൈവിധ്യ തോട്ടം തന്നെ ഒരു നശിപ്പിച്ചു എന്ന് അവർ പറയുന്നത്. അപ്പം ചെറിയൊരു മതില് പോലും നല്ലൊരു ജൈവവിദ്യ കലവറയാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചിട്ട് ഞങ്ങൾക്കൊരു ചെറിയ ഡയറി ഉണ്ട്, പോക്കറ്റ് ഡയറി. ഞങ്ങൾ പറയാം അതിന് ഫീൽഡ് ഡയറി എന്നാ. അപ്പൊ അതിൻ്റെ അകത്ത് ചെറുതായിട്ട് എഴുതി വെക്കുകയും അതേപോലെ കണ്ട കാര്യങ്ങൾ ചിത്രം വരച്ച് വെക്കുകയും ചെയ്യും. എന്നിട്ട് വീട്ടിലെത്തിയതിനു ശേഷം ഞങ്ങള് അത് വലിയ ഡയറിയിലേക്ക് മാറ്റിയിട്ട് ഞങ്ങളുടെ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ഡയറി ആക്കി മാറ്റും. അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്കും ഇതിന്റെ കൂടുതൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും. ചെയ്തു നോക്കുവോ? ചിത്രങ്ങൾ ഇപ്പം നമ്മളൊരു ചെടീനെ കണ്ടാല് അതിനെ നിരീക്ഷിച്ചാൽ നമുക്ക് അതിന്റെ ചിത്രം വരയ്ക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ വരച്ചാലാണ് നമ്മളെ താല്പര്യം കൂടുതലായിട്ട് മാറുകയും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും പ്രകൃതിനെ കുറിച്ച്. അതിന്റെ ഒരു നമ്മളിപ്പം വായിച്ചാലും തീരാത്തൊരു പുസ്തകമല്ലേ നമ്മുടെ ഈ പ്രകൃതി എന്ന് പറയുന്നത്. നമ്മൾ ഓരോ ദിവസം പോകുന്ന സമയത്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അപ്പോ വായിച്ചാലും തീരാത്തൊരു പുസ്തകമാണ് നമ്മുടെ ഈ പ്രകൃതി എന്ന് പറയുന്നത്. മാത്രല്ല ഈ ഒരു പരിസ്ഥിതി താല്പര്യമുള്ള ആൾക്കാരല്ലേ നിങ്ങളൊക്കെ? ഹലോ, കേൾക്കുന്നുണ്ടോ? അപ്പൊ ഇല്ലേ ചെറിയ ചെറിയ പുസ്തകങ്ങളുണ്ട്. ഞാൻ പറഞ്ഞെന്താ വായിച്ചു നോക്കുവോ? വായിച്ചാലും തീരാത്ത പുസ്തകം വായിച്ചിട്ടുണ്ടോ? പ്രൊഫസർ ശിവദാസ് സാറിന്റെ. പ്രൊഫസർ ശിവദാസ്. വായിച്ചാലും തീരാത്ത പുസ്തകം. ശിവദാസുള്ള പേര് കേട്ടിട്ടുണ്ട്. വായിച്ചിട്ടില്ല? എന്നാ നിർബന്ധമായിട്ട് വായിക്കണം പുസ്തകം. ശിവദാസ് എഴുതി വെച്ചോ, വായിച്ചാലും തീരാത്ത പുസ്തകം. അടിപൊളി പുസ്തകം. അതേപോലെ സാൻകൗണ്ടി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, സാൻകൗണ്ടി ആൽമനാക്ക്, ഒരു പ്രകൃതി പഞ്ചാംഗം. ഞങ്ങളുടെ ഗ്രൂപ്പിനെ പറ്റി പറഞ്ഞില്ലേ, അപ്പൊ ഞങ്ങളൊരു മെയിൻ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു മാഷുണ്ട്, ജയേന്ദ്ര മാഷ്. അപ്പോ മാഷ് ഉച്ചയാകുമ്പോഴത്തേക്ക് ഞങ്ങളെല്ലാരും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരു 1:30 ബെല്ലടിക്കുമെങ്കിൽ ഞങ്ങളൊരു 1:15 ബെല്ലടിച്ച് കഴിഞ്ഞ പാട് ഞങ്ങൾ അവിടെ എത്തും ഫുഡ് കഴിച്ചിട്ട്. എന്നിട്ട് ഞങ്ങൾ അവിടെ കുത്തിറിഞ്ഞിട്ട് ചെറിയൊരു പുസ്തകം വായിക്കും, ഒരു പുസ്തകം എടുക്കും. എന്നിട്ട് അതിന്റെ ചെറിയൊരു ഒറ്റ വരിയൊക്കെ ഇടയ്ക്ക് വായിക്കും. വായിച്ചിട്ട് അത് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് എന്താണ് വായിച്ചതിന്റെ അകത്ത് മനസ്സിലായി എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യും. എന്നിട്ട് ബെല്ലടിച്ച് ഞങ്ങൾ ക്ലാസ്സിൽ പോകും. അത് കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ പിന്നെയും വരും 4 മണിക്ക്. പിന്നെ 4:30-5 മണി വരെ ഞങ്ങൾ ഇത് കുത്തിരുന്ന് വായിക്കും. ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യും. അതേപോലെ ഫോണിൻ്റെ അകത്ത് വീഡിയോകൾ കാണും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള. അതേപോലെ ഞങ്ങൾ SD ബിജു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാറുണ്ട്, ഒരു ഭയങ്കര പ്രകൃതി സ്നേഹിയാണ്.
തവളകളെ കുറിച്ച് കൂടുതലായിട്ടും പഠിക്കുന്ന ഒരാളാണ്. അപ്പൊ സാറിന്റെ പേര് എഴുതി വെക്കണേ, അന്വേഷിച്ച് ഗൂഗിള് ചെയ്ത് നോക്കണേ. SD ബിജു, സത്യഭാമ ദാസ് ബിജു എന്നാ പേര്. ഫ്രോഗ്മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. തവളകളെ കണ്ടുപിടിച്ച ആളാ നമ്മുടെ ഇന്ത്യയിൽ നിന്ന്. ഹലോ, കേക്കുന്നില്ലേ? ആരും മിണ്ടുന്നില്ല. പുതിയ അറിവുകൾ കിട്ടിയപ്പോ അവരെ എഴുതി വെക്കുന്ന തിരക്കില്ല, അതാണ്. യൂട്യൂബ് ലൈവിൽ ഉണ്ടാവും കേട്ടോ, നമുക്ക് ഇതിൽ മറന്നുപോയാലും കിട്ടുകയൊക്കെ ചെയ്യും. ചോദ്യങ്ങളുണ്ടോ? സംശയങ്ങളൊക്കെ ഏറെക്കുറെ തീർന്നു. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ? നമുക്ക് ഇവരുടെ ആ, അപ്പൊ ഈ ഒരു ഇതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് എത്തിച്ചെല്ലാനും കൂടുതൽ കാര്യങ്ങൾ യൂട്യൂബിലൂടെയും പുസ്തകങ്ങളിലൂടെയൊക്കെ നിങ്ങൾ അന്വേഷിച്ചു പോകാൻ സാധിക്കട്ടെ. അപ്പം ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് മുന്നിൽ കാണാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പൊ ഞാക്കും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാളെ ഗ്രൂപ്പിൽ ഇരുന്ന് ഞാളിപ്പം PVR തയ്യാറാക്കുന്ന ഒരു പരിപാടിയിലാണ്. ഇപ്പം ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ ഞാനിപ്പോ പഞ്ചായത്തിലാണുള്ളത്. അപ്പം നമ്മുടെ പഞ്ചായത്തില് നമ്മുടെ നാട്ടിലുള്ള സസ്യങ്ങളെ കുറിച്ചും ജന്തുക്കളെ കുറിച്ചും ആവാസ വ്യവസ്ഥകളെ കുറിച്ചും ഒപ്പം തന്നെ നമ്മുടെ നാട്ടിലുള്ള പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവില്ലേ, പല ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ പരമ്പരാഗതമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവരെ കുറിച്ചൊക്കെ ഉള്ളൊരു PBR എന്ന് പറയുന്ന പുസ്തകം തയ്യാറാക്കുന്നുണ്ട്. നമ്മുടെ അതിപ്പോ മുന്നോട്ടുള്ള പറയട്ടെ, വികസനം. കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്തിന്റെ PBR തയ്യാറാക്കുന്ന ചടങ്ങ് ഇന്ന് ഞാൻ അവിടെ പോയിരുന്നു. നമ്മുടെ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തിലും PBR തയ്യാറാക്കുന്ന ഒരു സമിതിയുണ്ട്. ആ സമിതിയിലെ മെമ്പർമാരാണ് ഞാനും ശിവാനിയും ഒക്കെ. അപ്പൊ കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്തിലെ ഈ പ്രോഗ്രാം തുടങ്ങിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിലുള്ള സസ്യങ്ങളെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ പുതിയ ബുക്ക് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെ പോയിരുന്നു അല്ലേ? അതായത് അവർ പറഞ്ഞു ഈ പഴയ രജിസ്റ്റർ നോക്കി. ഇവർക്ക് എന്താണ് PBR എന്ന് മനസ്സിലായി കാണില്ല. ജൈവ വൈവിധ്യ രജിസ്റ്റർ ആണ്. നമ്മളൊന്ന് ആ, കണ്ടില്ലേ? അത് പറഞ്ഞപ്പോ ശിവാനി, അതാണ് ജനകീയ നമുക്ക് ജൈവ കൂടുതൽ അറിയാം. വൈവിധ്യ രജിസ്റ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓ കണ്ടിട്ടുണ്ട്. ആ, അപ്പൊ നമ്മുടെ നാട്ടിലുള്ള സസ്യങ്ങളെ കുറിച്ചും ജന്തുക്കളെ കുറിച്ചും ഒക്കെ അതിനകത്ത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതില് അതായത് ഈ ഒരു നാട്ടിലുള്ള കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്തിലുള്ള സസ്യങ്ങളെ കുറിച്ചുള്ള പഠന ബുക്കാണ്. ആധികാരികമായിട്ടുള്ള അതിന്റെ ഫോട്ടോ ഉണ്ടായിരിക്കും, അതിന്റെ ഗുണങ്ങള്, അത് എവിടുന്ന് വന്നു, കൃത്യമായ ഡാറ്റയുള്ള വളരെ ആധികാരികമായിട്ടുള്ള ഒരു പുസ്തകമാണത്. 2013 അതേപോലെ ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് 3 ഭാഗങ്ങളാണത്. ഒന്നിന്റെ അകത്ത് കാർഷികമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങള്, അതിൽ അടുത്ത ഭാഗത്തിന്റെ അകത്ത് കാർഷികേതരം, അതായത് അല്ലാത്ത ചെടികൾ ഉണ്ടാവില്ലേ ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള അതിനെക്കുറിച്ച്, അതേപോലെ ജീവികളെ കുറിച്ച്. അത് കഴിഞ്ഞ് ലാസ്റ്റിന്റെ ഒരു 3ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആവാസ വ്യവസ്ഥ ജൈവവൈവിധ്യ, ആവാസ വ്യവസ്ഥ. അപ്പോ ഞങ്ങള് ആ ഒരു പഠനം ഭയങ്കര നല്ല രീതിക്ക് എടുത്തിട്ട് ഞങ്ങള് വലിയൊരു വിപുലീകൃതമായിട്ട് ഒരു പഠനം തന്നെ ഞങ്ങൾ പഞ്ചായത്തിൽ നടത്തിയിട്ടുണ്ട്. അപ്പോ കാവുകളെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചിട്ടുണ്ട്, കുളങ്ങളെ കുറിച്ചൊക്കെ ഡീപ്പായിട്ട് ഞങ്ങൾ പഠിച്ചു. അപ്പോ നിങ്ങളുടെ പഞ്ചായത്തിൽ എത്ര കാവുകളുണ്ട്? കാവ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. കാവ് അറിയോ? ഓ കണ്ടിക്ക്. ആ, കാവ് നമ്മൾ ഉദ്ദേശിക്കുന്ന അമ്പലങ്ങളായിരിക്കും കേട്ടോ. കാവെന്ന് അവർ പഠിച്ചിട്ടില്ല. അമ്പലങ്ങളല്ല, അതുകൊണ്ടാണ്. നമ്മുടെ ജനങ്ങൾ താമസിക്കുന്നതിന്റെ അടുത്തൊക്കെ അമ്പലങ്ങളായിട്ട് വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ചില സ്ഥലത്ത് കാവുകൾ സംരക്ഷിക്കപ്പെടുന്നത്. കാവ് എന്ന് പറഞ്ഞാല് കാടെ ഒരു ബാക്കി ഭാഗം അത് നമ്മുടെ നാട്ടിലാണ് ഉണ്ടാവുക. നമ്മൾ ജനങ്ങൾ താമസിക്കുന്നതിന്റെ നടുവിലുള്ള ഒരു ഭാഗം, അതിനാണ് നമ്മൾ കാവ് എന്ന് പറയുന്നത്. അപ്പൊ അപ്പൊ ചിലര് കണ്ടു എന്ന് പറഞ്ഞില്ലേ കാവ്. അപ്പൊ നിങ്ങളുടെ പഞ്ചായത്തിലൊക്കെ എത്ര കാവ് ഉണ്ടാവാനാണ് ചാൻസ്? അത് എങ്കിലും അങ്ങനെ ഇവിടെ കണ്ടിട്ടുണ്ട്. 2-3 എണ്ണമൊക്കെ ഉണ്ടാവും. ഞാൻ കണ്ടത് അത്രയും അറിയൂല. അപ്പൊ ഞങ്ങളുടെ പഞ്ചായത്തില് 55 കാവുകളുണ്ട്, ചെറു വനങ്ങളുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ ഡീപ്പായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഒരു 3-ാം ക്ലാസ് മുതൽ ഞാനിപ്പം +2 കഴിഞ്ഞപ്പോ ഞാൻ DLED TTC സെക്കൻഡ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുവരെ അതിനെക്കാട്ടും മുകളിലൊക്കെ പ്രായമുള്ള ഒരു വലിയ ചെറിയ കുട്ടികളുടെ ഗ്രൂപ്പാണ് ഞങ്ങളത്. അപ്പൊ അത്തരത്തില് ഇതിനെക്കുറിച്ച് നമുക്ക് ഇനി ഞങ്ങളും ഇപ്പൊ ഓരോരോ ദിവസം കൂടുന്ന ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കും ഇതിനകത്തേക്കൊക്കെ താല്പര്യം വന്ന് കൂടുതൽ നിങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കട്ടെ. അപ്പൊ നമ്മുടെ നാട് നിലനിൽക്കാന് നമ്മളെ പോലെ ഇങ്ങനെ ഇതിനും താല്പര്യമുള്ള ആൾക്കാർ വേണം അല്ലേ? നമ്മുടെ നാടിന് നമ്മൾ ആവശ്യമല്ലേ അല്ലേ? നമ്മൾ പറയുന്നില്ലേ നമ്മുടെ നാട് ഭയങ്കരമായിട്ട് വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പം വെറും കൺസ്ട്രക്ഷൻ മാത്രം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ നാട് വികസിക്കോ? ഇല്ല. നമുക്ക് വേണ്ടത് സുസ്ഥിരമായിട്ടുള്ള വികസനം അല്ലേ? അപ്പം ഇതിന് നമ്മൾ പ്രകൃതിനെയും കൂടെ കൊണ്ടുള്ള ഒരു വികസനം നമുക്ക് വേണ്ടത്. അതിനെന്ത് വേണോ? ഇതിന് താല്പര്യമുള്ള ആൾക്കാർ വേണം. നമ്മളോട് പലപ്പോഴും സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇന്നത്തെ യുവതലമുറ മൊത്തം നശിച്ചു, എല്ലാവരും ലഹരിയിൽ അടിപ്പെട്ടിരിക്കുകയാണെന്നാ പറയുന്നത് അല്ലേ? പക്ഷെ നമ്മൾ അങ്ങനെ അല്ലല്ലോ. നമുക്കുള്ള ലഹരി എന്താ? നമ്മുടെ ലഹരി എന്താ? കെമിക്കൽ അല്ലല്ലേ? പഠനമാണ് ലഹരി, പ്രകൃതിയാണ് ലഹരി അല്ലേ? അപ്പൊ ഇതിനെ ലഹരിയായി കണ്ട് ശാസ്ത്രത്തിൽ ഊന്നിക്കൊണ്ട് അതേപോലെ മാനവികതയിൽ ഊന്നിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. താങ്ക് യു. നിങ്ങൾക്ക് കാണാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷം. ഓക്കെ, നമ്മളിപ്പോ